ഗുരു പരമ്പരയെ സ്മരിച്ച് ഏത് ദേവനെയാണോ പൂജിക്കുന്നത് ആ ദേവനായിട്ട് തന്നെ സങ്കല്പിച്ച് ആ ദേവൻ്റേതായ അംഗന്യാസങ്ങളെല്ലാം തൻ്റെ തന്നെ ശരീരത്തിലും അന്ധകരണങ്ങളിലും ന്യസിച്ചതിന് ശേഷം തീർത്ഥമുണ്ടാക്കി, ശംഖുവർണ്ണ തീർത്ഥമൊക്കെ ഉണ്ടാക്കി മാനസപൂജ ചെയ്ത് പിന്നീട് ആദ്യമായിട്ട് പീഠം പൂജിക്കുന്നു. ഭഗവാന്റെ ആ വിഗ്രഹം ഉള്ള പീഠത്തെയാണ് ഏറ്റവും ആദ്യം പൂജ ചെയ്യുന്നത്. അതിന് പറയുന്ന പേരാണ് പീഠപൂജ. പൂജ ചെയ്യുന്നതിനായിട്ട് ജലഗന്ധ പുഷ്പ ധൂപ ദീപ ജലാന്തത്തെ കൊണ്ടാണ് പൂജ ചെയ്യുക. ആദ്യം പീഠം പൂജിക്കുന്നു. പീഠപൂജ കഴിഞ്ഞതിന് ശേഷം മൂർത്തിയെ കൽപ്പിച്ച് ഏത് ദേവനാണോ തൻ്റെ ഉള്ളിൽ നിന്ന് ആ ചൈതന്യത്തെ ആവാഹിക്കുന്നു. ആ ദേവൻ്റെ ഏത് ദേവനെയാണോ, മഹാവിഷ്ണുവാണെങ്കിൽ മഹാവിഷ്ണു, ശിവനാണ് ശിവൻ, ഏത് ദേവനെയാണോ പൂജിക്കുന്നത് ആ ദേവൻ്റെ ഉപചാരം ചൊല്ലി ആ ചൈതന്യം ആ ബിംബത്തിലേക്ക് ലയിപ്പിക്കുന്നു. തുടർന്ന് ആ